What's up, Chelsea fans, football fans? Welcome back, boys, to Chelsea Karan channel. നമ്മൾ എന്താണോ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത് അത് നേടാൻ വേണ്ടിയായിട്ട് പ്രപഞ്ചം പോലും നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ള ഒരു വാക്യവുമായിട്ട് പോലോ കോലിയോ പണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായിരുന്നു അതിനകത്ത് മറ്റേ ഒരു ഡയലോഗ്, ഇതനെ शिद्दत से तुम्हें पाने की कोशिश की है कि हर जर्रे ने मुझे तुमसे मिलाने की साजिश की है कि कहते हैं लोग अगर എന്തൊക്കെയോ പറയണ്ടായിരുന്നു അന്ന് ഹിന്ദിയിൽ, എനിക്കതൊന്നും വരുന്നില്ല. ബട്ട് ഹിയർസ് ദ തിങ്, ചെൽസി തോറ്റു ആൻഡ് ഫോറസ്റ്റ് draws against Leicester City. Wow! What? Leicester City and അപ്പുറത്തെ സൗത്താംപ്ടൺ ആയിട്ട് സിറ്റി ഡ്രോ പിടിച്ചിരിക്കുന്നു. ദിസ് ഇസ് ക്രേസി ബോയ്സ്, ദിസ് ഇസ് ക്രേസി. നമ്മൾ ഫുട്ബോൾ ഏത് ദിശയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓഡിയോ വീഡിയോ ക്വാളിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ വിട്, കോണ്ടന്റിലേക്ക് വരാം. വാട്ട് എ റിസൾട്ട്, വി ആർ സ്റ്റിൽ ഇൻ ഫിഫ്ത്ത് ആൻഡ് മച്ചാനെ ഫൈനൽ 2 ഗെയിംസ് നമ്മുടെ കയ്യിൽ. ആസ്റ്റൺ വില്ലയ്ക്കും ഉണ്ട് 2 മത്സരം, പക്ഷേ നമ്മൾ 2 കളി ജയിച്ചു കഴിഞ്ഞാൽ വി ആർ ത്രൂ. ആസ്റ്റൺ വില്ലയ്ക്ക് ഇനിയും ഉണ്ട് 2 കളി. അപ്പൊ ഇനി നോട്ടിംഗം ഫോറസ്റ്റ് ഏതെങ്കിലും ഒരു കളി തോറ്റ് കഴിഞ്ഞാലും അത്. സോ അൾട്ടിമേറ്റ്ലി നമ്മൾ ന്യൂ കാസലായിട്ട് തോറ്റിട്ടുണ്ടെങ്കിലും ടോപ്പ് 5 ഇപ്പോഴും നമ്മുടെ ഗ്രാസ്പിൽ തന്നെ. പ്രപഞ്ചം നമ്മുടെ കൂടെയാണ് ബോയ്സ്, പ്രപഞ്ചം നമ്മുടെ കൂടെയാണ്. നമുക്ക് ഇപ്രാവശ്യം ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രയത്നവും മറ്റുള്ള ടീംസ് എടുക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പോരാത്തതിനപ്പുറത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡും ടോട്ടനമും അവർ 16-ാമതും 17-ാമത്തെ പൊസിഷനിലാണ് നിൽക്കുന്നത്. എന്റെ പൊന്നോ, എന്താ പറയാ, സോ ഹാപ്പി. ഞാൻ ഈ എന്താ പറയണേ, റിവ്യൂ പതുക്കെ ചെയ്താൽ നന്നായി. ഞാൻ കുറച്ച് തുറന്നിട്ടുണ്ട് ഒടുക്കത്തെ. എന്റെ പൊന്നു, എന്തോ ചൂട്, ഫുൾ ഓഫ് ചൂട് ഓഫ് ഇന്ത്യ ടുഡേ ഇതിനകത്ത്. അപ്പോ എന്താണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, നമ്മുടെ ന്യൂ കാസിൽ മാച്ച് ഗെയിം. ഇനിയിപ്പോ മാച്ച് റിവ്യൂവിനെ കുറിച്ച് കാര്യമായിട്ട് പറയേണ്ട കാര്യമൊന്നും ഉണ്ടോ? കാരണം നമുക്ക് വേണ്ടത് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ ആണ്. ഒന്നാമത്തെ കാര്യം, ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യു എഫ് 5 ടീമിനെ സെറ്റാക്കി തന്നു. ആ സെറ്റാക്കി ടീമിന് തന്നതിന് പകരം നോട്ടിംഗം ഫോറസ്റ്റ് കഴിഞ്ഞ 2 കളികളായിട്ട് മോശം കളിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം നമുക്ക് വേണ്ടിയിട്ട് ഒരു കോൺസ്പിറസി നടക്കുന്നുണ്ടോ എന്നുള്ളൊരു ചെറിയ സംശയം ഇല്ലാതെയില്ല. നുമ്മ ഹാപ്പി, നുമ്മക്ക് അതിൽ വേറെ ഒന്നും വേണ്ട. നുമ്മ ഹാപ്പിയാണ്, നുമ്മ ഫ്രീക്കാണ്. നുമ്മ ബ്രോ. ഓക്കെ, സോ സന്തോഷം അവിടെ നിൽക്കട്ടെ. ന്യൂ കാസൽ മാച്ച് റിവ്യൂലേക്ക് വരാം. പക്ഷെ അതോടെ തന്നെ ന്യൂ കാസൽ മാച്ച് റിവ്യൂ ഭയങ്കര ശാന്തമായിട്ട് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് മോശമായിരുന്നു, സെക്കൻഡ് ഹാഫ് ഡാം മാൻ വി വെർ ഗുഡ്. ഇപ്പൊ കാറ്റൊക്കെ ചിലപ്പോൾ കാറ്റിന്റെ ശബ്ദമൊക്കെ കേൾക്കാം, സോറി ഓഡിയോ ക്വാളിറ്റിയിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ. പക്ഷേ ഡാം സെക്കൻഡ് ഹാഫ് വി വെർ റിയലി ഗുഡ്. ആ സെക്കൻഡ് ഹാഫ് ചെൽസിക്ക് എന്ത് പറ്റി? ആ സെക്കൻഡ് ഹാഫ് ചെൽസി എവിടെ പോയി? ആ സെക്കൻഡ് ഹാഫ് ചെൽസി എന്തുകൊണ്ട് മെറസ്ക ഫസ്റ്റ് ഹാഫിൽ ഇറക്കിയില്ല? ഒരുപാട് കുറ്റം പറയാൻ പറ്റില്ല അദ്ദേഹത്തിന്. കാരണം ഫസ്റ്റ് ഹാഫ് ലിവർപൂളിനെതിരെ അതേ ടീമാണ് അദ്ദേഹം ഇറക്കിയത്. പക്ഷെ സംവെയർ ഹി ഷുഡ് ഹാവ് റിയലൈസ്, ബ്രദേഴ്സ്, ദിസ് ഇസ് ലിവർപൂൾ, ദിസ് ഇസ് നോട്ട് ലിവർപൂൾ, ദിസ് ഇസ് ന്യൂ കാസിൽ. ടീം വേറെയാണ്, എവേ ഗെയിമാണ്, അവരുടെ സെറ്റപ്പ് വേറെയാണ്. അതൊരു പകുതി കഴിഞ്ഞപ്പോഴാണ് മെറസ്ക മനസ്സിലാക്കിയത്. ആൻഡ് ആ റീസ് ജെയിംസിന്റെ ഒരൊറ്റ സബ്സ്റ്റിറ്റ്യൂഷൻ, റീസ് ജെയിംസ് വന്നു, കൈസഡോ ലാവിയ ഡബിൾ പിവറ്റ്, റീസ് ജെയിംസ് ഇൻവേർട്ടഡ് ഫുൾ ബാക്ക്, കൈസഡോ ആസ് എൻ അഡ്വാൻസ് നമ്പർ 8, ബാങ്, വി വർ ഡോമിനന്റ്. ഇൻഫാക്ട് എഡി ഹൗ പോലും പറഞ്ഞു സെക്കൻഡ് ഹാഫില് പുള്ളിക്കാരൻ ടീമിനെ പറഞ്ഞു നിർത്തിയത് അറ്റാക്ക് ചെയ്ത് കളിക്കണം എന്ന് പറഞ്ഞു നിർത്തിയിട്ടാണ് വന്നത്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ചെൽസി നമ്മൾ സമ്മതിച്ചില്ല അറ്റാക്ക് ചെയ്യാനായിട്ട്. ദേ ട്വീക്ക്, അതും 10 ആൾക്കാരായ നമ്മളാണ് ട്വീക്ക് ചെയ്ത് അങ്ങനെ കളിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഈ ജോസെ മൊറീനോ പറയുന്നുണ്ട്, നെവർ ബി എന്താ പറയുന്നത്, അപ്രീഷിയേറ്റീവ് ഓഫ് പെർഫോമൻസസ്. കാരണം പെർഫോമൻസ് മാത്രം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ കളി ജയിക്കണം. ഡ്രോ ആയാലും അതൊരു ശോകമായിട്ട് തോന്നണം. 100%. ഞാനൊരു കളി തോറ്റത് കൊണ്ടോ 10 ആൾക്കാർ കളിച്ച് നമ്മൾ നല്ലോണം രീതി കളിച്ചതിന്റെ പേരിലോ സന്തോഷിക്കുന്നതല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ 10 ആൾക്കാർ വെച്ചിട്ട് നമുക്ക് ന്യൂ കാസലിനെതിരെ ഒരു 67% സെക്കൻഡ് ഹാഫിൽ പൊസിഷൻ വെച്ച് കളിക്കാമെന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫും നമുക്കത് ചെയ്യാമായിരുന്നു. അത് മെറസ്കയ്ക്ക് എവിടെയോ പാളിപ്പോയി. ആ പാളിച്ച പുള്ളിക്കാരൻ സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവന്നു. ആൻഡ് മേ ബി ദിസ് ഇസ് എ ലേണിംഗ് കർവ്. ആൻഡ് ഇതും വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ടീമിന്റെ ഇൻഎക്സ്പോഷർ ആണ്. എക്സ്പീരിയൻസ് എന്ന് പറയുന്നില്ല, ഇൻഎക്സ്പോഷർ ആണ്. ഒരു ലീഡർ പിച്ചിലില്ലാത്തത്. കാരണം ആ ഗോൾ നമ്മൾ വഴങ്ങിയത് ലാവിയുടെ മിസ്റ്റേക്ക് ആണ്. അതിലും മെറസ്കിനെ കുറ്റം പറഞ്ഞിട്ടില്ല. പിന്നെ ജാക്സൺ, ആ മരവാഴ എന്ത് കാണിച്ചിട്ടാണ് അവിടെ പോകുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ മരവാഴ പോയിട്ട് അത് ക്ലിയർ റെഡാണ്. അതൊക്കെ എങ്ങനെ ആർക്ക് തർക്കിക്കാൻ പറ്റുമോ റെഡ് അല്ല എന്നുള്ളത്? അതൊക്കെ ക്ലിയർ കട്ട് റെഡാണ്. അവനിങ്ങനെ നോക്കിയിട്ട് അവൻ ഈ പ്ലെയറിനെ ഇങ്ങനെ നമ്മൾ ഈ കൈ ഇങ്ങനെ എതിർക്കാം, പക്ഷെ അവൻ കൈ എടുത്തിട്ട് അടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്നലെ ടയറിംഗ് മിങ്സ് ഇതുപോലെ തന്നെ ഒരുത്തിനെ കൊല്ലാൻ ശ്രമിച്ചു. അത് റെഡായിരുന്നില്ല. പക്ഷെ അതും റെഡാവണം, ഇതും റെഡാവണം. ഇത് റെഡാവണമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ ദിസ് ഇസ് ഐ മീൻ, വൈ ഡിഡ് യു ഡു ഇറ്റ് ജാക്സൺ? മച്ചാനെ, ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ഗെയിമാണ്. നമ്മൾ എവേ കളിക്കുകയാണ്. ആൻഡ് ഇതൊരു മണ്ടത്തരം കൊണ്ടേ കാണിക്കുള്ളൂ. പിന്നെ ഈ മണ്ടത്തിനോടൊപ്പം തന്നെ എനിക്ക് മെറസ്കയോട് ചോദിക്കാനുള്ളത്, ബ്രോ, നമ്മളൊരു
ലോങ് ബോൾ കളിക്കേണ്ട ടീമല്ല നമ്മൾ. നമുക്ക് ഏരിയയിൽ സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഇല്ല, നമുക്ക് അവിടെ ബോൾ ഹോൾഡ് അപ്പ് ചെയ്യാനായിട്ടുള്ള പ്ലെയേഴ്സ് ഇല്ല. ഇത് നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തെ? ഏതൊക്കെ കുറെ കളികളിൽ കുറെ ക്രോസ് ആൻഡ് ഇൻഷാല്ല ക്രോസ് എടുക്കാൻ അവിടെ ആരുമില്ല, ലോങ് ബോൾസ് മേടിക്കാൻ ആരുമില്ല. വേണമെങ്കിൽ ഓക്കെ ഒരു പ്ലെയർ നമ്മൾ ചാനൽ റണ്ണേഴ്സ് ആണെങ്കിൽ ഓക്കെ, ഇത് ചാനൽ റണ്ണേഴ്സ് അല്ല, നേരെ നിക്കോളസ് ജാക്സൺ കൊടുക്കുക, അവന് ബോൾ ഹോൾഡ് ചെയ്യാൻ അറിയില്ല, അവന് ഹെഡ് ചെയ്യാൻ അറിയില്ല. എന്നിട്ട് എന്തിനാ ഇതേ ടാക്ടിക്സ് തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഐ എം സോറി, ഐ സീരിയസ്ലി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മറസ്ക. പക്ഷെ അതുകൊണ്ട് എന്താ പറഞ്ഞേ, ജാക്സന്റെ പെർഫോമൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മറസ്കയുടെ ടാക്ടിക്സ് കാരണമൊന്നുമല്ല, ജാക്സൺ കാണിച്ച മണ്ടത്തരമാണ്. പിന്നെ ലാബിയുടെ മിസ്റ്റേക്ക് ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫ് ശരിക്കും പറഞ്ഞാൽ ന്യൂകാസിൽ നല്ലോണം ഡോമിനേറ്റ് ചെയ്തു. മിസ്റ്റേക്ക് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളെ ഗോൾ കൺസീഡ് ചെയ്യുന്ന രീതിയിൽ ഒരു സാഞ്ചസിന് എന്തൊരു സേവ് ഉണ്ടായിരുന്നു, അതല്ലാണ്ട് നത്തിങ് മച്ച്. അവർ കുറേ കൂടെ ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു, ബട്ട് ഇറ്റ് വാസന്റ് സോ ബാഡ് ഫസ്റ്റ് ഹാഫ് എക്സെപ്റ്റ് ഫോർ ദാറ്റ് ജാക്സൺ. പക്ഷെ സെക്കൻഡ് ഹാഫ് വി വർ അട്ടർലി ഗുഡ്, വി ഡിസേർവ്ഡ് എ ഗോൾ. ആ റീസ് ജെയിംസിന് ഒരു മനോഹരമായ ഒരു അവസരം കിട്ടി, ഹെഡിങ് ഒരു ലാസ്റ്റ് മിനിറ്റിൽ ഒരു അവസരം കിട്ടി. പിന്നെ ആ ഗിമാരസിന്റെ ഒരു ഷോട്ട് ഗെറ്റ്സ് ഡിഫ്ലക്റ്റഡ്, അൺഫോർച്ചുനേറ്റ് ഗോൾ. Football is all about result, and result was in Newcastle's favor today. We missed a massive opportunity. കാരണം ഇപ്പൊ പ്രത്യേകിച്ച് നോട്ടിംഗം ഫോറസ്റ്റിന്റെ റിസൾട്ടും വെച്ച് നോക്കാൻ നേരത്ത് ഐ തിങ്ക് വി മിസ്ഡ് എ മാസീവ് ഓപ്പർച്യൂണിറ്റി. പക്ഷെ നോട്ട് ബാഡ്, കാരണം എപ്പോഴും ടോപ്പ് 5 തന്നെ നിൽക്കുകയാണ്. നമ്മൾക്ക് എപ്പോഴും ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ ഉണ്ട്, നമുക്ക് ഇപ്പോഴും അവസരമുണ്ട് മുന്നോട്ട് കയറാൻ വേണ്ടിയിട്ട്. ഇനി കൊളവാക്കാനായിട്ടുള്ള അവസരങ്ങളില്ല. അടുത്തത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. ഇവന്മാരുടെ കേസ് നമുക്ക് അറിയാലോ, നമുക്കെതിരെ കളിക്കുമ്പോൾ ഭയങ്കര പ്രൈമായിട്ട് കളിക്കുകയും ചെയ്യും. 17ാം 16ാം സ്ഥാനത്ത് നിൽക്കാന്നൊന്നും പറഞ്ഞിട്ടേ ഇല്ല, കാരണം അവസാനം കളിക്കുമ്പോൾ ഒരു കളി കളിക്കും. ആൻഡ് ഫൈനലി വി ഹാവ് നോട്ടിംഗം ഫോറസ്റ്റ്. ആൻഡ് നോട്ടിംഗം ഫോറസ്റ്റ് ആയിട്ട് ഏകദേശം ഒരു ഫൈനൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ആസ്റ്റൺ വില്ല ഉണ്ട്, ആസ്റ്റൺ വില്ലയ്ക്ക് 63 പോയിന്റ് ഉണ്ട്. പിന്നെ നമ്മൾ 2 കളി ജയിച്ചു കഴിഞ്ഞാൽ, അവർ 2 കളി ജയിച്ചാലും നമുക്ക് ഗോൾ ഡിഫറൻസിൽ നമുക്ക് സുഖമായിട്ട് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ അങ്ങോട്ട് മുന്നോട്ട് പോകാം. സോ വെരി മച്ച് ഇൻ സൈൻ. ഒരു പക്ഷേ പ്ലേയേഴ്സ് ഗോ ബാക്ക് ആൻഡ് സേ മാൻ ദിസ് ഇസ് നോട്ട് ദി എൻഡ് ഓഫ് അവർ എന്താ പറയുക ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട്, അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് റൈഡിന്റെ അവസാനമായിട്ടില്ല എന്നുള്ളത് നമ്മൾ പ്ലേയേഴ്സിന് തോന്നുകയും ചെയ്യും. പിന്നെ അടുത്ത 2 കളി എന്തായാലും ജാക്സൺ ഇല്ല, അതിനൊരു സമാധാനം. ഒരു പക്ഷെ അവിടെ ടൈറിക് ജോർജിനായിട്ട് കളിപ്പിക്കുകയായിരിക്കും, നെറ്റോനായിട്ട് കളിപ്പിക്കുകയായിരിക്കും, അതുകൊണ്ട് കുറേ കൂടെ ഫ്ലൂയിഡിറ്റി വരും. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയതുകൊണ്ട് നമുക്ക് തീർത്തും പറയാൻ പറ്റില്ല അവന്മാർ എന്താ ഇറക്കാൻ പോണെന്നുള്ളത്. സോ വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. ബട്ട് ഓവറോൾ ഡിസപ്പോയിന്റഡ് വിത്ത് റിസൾട്ട്. ഡിസപ്പോയിന്റ്മെന്റ് ഇല്ലാണ്ട് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും അങ്ങനെ ഇരുന്ന് ചീത്ത വിളിക്കാനായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല, അപ്പാർട്ട് ഫ്രം ഈ പറയുന്ന നിക്കോളസ് ജാക്സൺ. Do let me know guys, നിങ്ങളുടെ തോന്നുന്നത് comment section. Thank you so much for watching.